ഖത്തർ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് UAE. ഒരു ഗൾഫ് രാജ്യത്തിനെതിരായ ആക്രമണം ഗൾഫ് സുരക്ഷാ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് UAEയുടെ രാജ്യാന്തര സഹകരണ സഹമന്ത്രി റീം ബിൻത് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. UAEയിലെ ഇസ്രയേൽ ഡെപ്യൂട്ടി അംബാസഡർ ഡേവിഡ് അഹദ് ഹോർസാൻഡിയെ വിളിച്ചുവരുത്തിയാണ് UAE ശക്തമായി അപലപിച്ചത്. ഖത്തറിനെതിരായ ഇസ്രയേലിന്റെ ആക്രമണവും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസ്താവനകളെയും UAE ശക്തമായി പ്രതിഷേധിച്ചു. ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണെന്ന് UAEയുടെ രാജ്യാന്തര സഹകരണ സഹമന്ത്രി റീം ബിൻത് ഇബ്രാഹിം അൽ ഹാഷിമി അറിയിച്ചു. രാജ്യാന്തര നിയമത്തിനും ഐക്യരാഷ്ട്രസഭയുടെ നയത്തിനും നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണിത്. ഖത്തറിന്റെ സുരക്ഷയും സ്ഥിരതയും GCC രാജ്യങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് അൽ ഹാഷിമി അറിയിച്ചു. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും റീം ബിൻത് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. കുവൈത്തിൽ 145 കിലോഗ്രാം ഹാഷിഷുമായി ഇന്ത്യക്കാരിയായ സ്ത്രീ പിടിയിലായി. സെൻട്രൽ ജയിലിൽ വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നാണ് സുരക്ഷാസേന പിടികൂടിയത്. രാജ്യത്തെ സെൻട്രൽ ജയിലിൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് പോലീസിന്റെ പിടിയിലായത്. മയക്കുമരുന്നുമായി സെൻട്രൽ ജയിലിലെ തടവുകാരിയായ ബിദൂനി സ്ത്രീയെയും സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയ ബംഗ്ലാദേശി വനിതയെയും സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിന് പുറത്തായി മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്ന സ്ത്രീ പിടിയിലായത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സെൻട്രൽ ജയിലിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് കടത്ത പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ തടവുകാരിയിൽ നിന്നും പിടിച്ചെടുത്തു. പ്രതികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. അബുദാബിക്കും ദുബായ്ക്കും പുറമെ UAEയുടെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുകയാണ് റാസൽ ഖൈമ. ജീവിതശൈലി, ടൂറിസം, നിക്ഷേപം എന്നിവയിൽ വലിയ വളർച്ച കൈവരിക്കുകയാണ് എമിറേറ്റ്. താമസക്കാർക്കും സന്ദർശകർക്കുമുള്ള പ്രധാന ടൂറിസം ഹബ്ബായി വളർത്തുകയാണ് പദ്ധതി. 2025-ൽ UAEയുടെ GDP 5.1% വളർച്ചയാണ് പ്രവചിക്കുന്നത്. 2027-ൽ റാസൽ ഖൈമ മാത്രം പ്രതിവർഷം 4.2% വളർച്ച കൈവരിക്കുമെന്നാണ് പഠന റിപ്പോർട്ട്. 6 ടൂറിസം വികസന പദ്ധതികൾക്കായി 2025-ൽ 700 ദശലക്ഷം ദിർഹത്തിന്റെ വിദേശ നിക്ഷേപമാണ് ലഭിച്ചത്. ഈ വർഷം ആദ്യ പകുതിയിൽ പുതിയ 8506 കമ്പനികളാണ് എമിറേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുൻ വർഷത്തേക്കാൾ 43% വർധന. വികസന പദ്ധതികളുടെ ഭാഗമായി താമസ മേഖലകളുടെ മുഖച്ഛായയും മാറ്റുകയാണ്. കെട്ടിടങ്ങളുടെ വാടക നിരക്കും സ്ഥലങ്ങളുടെ വിലയിലും വർധന രേഖപ്പെടുത്തി. എമിറേറ്റിൽ നിർമ്മിക്കുന്ന ആഡംബര വീടുകൾക്കും ആവശ്യക്കാരേറെയാണ്. 2030-ൽ 19,300 പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് ഒരുക്കുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഹോട്ടൽ ബുക്കിംഗ് നിരക്കിലും വർധനവുണ്ടായി. പുതിയ ഹോട്ടലുകളും സാഹസിക വിനോദ കേന്ദ്രങ്ങളും രാത്രി വിനോദ കേന്ദ്രങ്ങളും ഉൾപ്പെടെ സമഗ്ര ടൂറിസം വികസന പദ്ധതിയാണ് റാസൽ ഖൈമ ഒരുക്കുന്നത്. NTV UAE to the world.